വിട്ടാ മുയർച്ചി അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. തല അജിത്ത് ഇസ് ബാക്ക് വിത്ത് എ ബാങ് എന്ന് പറയാ. 2023 വാരിസിനൊപ്പം കണ്ടതാന്ന് തോന്നി. 2 കൊല്ലത്തിന് ശേഷം ഇറങ്ങുന്ന പടമാണ്. ദാറ്റ്സ് എ ബാങ്. സോ 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 ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാ. ചുങ്ങേരു ലൈഫ് നോക്കിയാൽ മതി. സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അതിന്റെ ഒപ്പം തന്നെ അങ്ങേരെ പാഷനായ റേസിംഗ് കൊണ്ടുപോകുന്നുണ്ട്. ഫാൻ ഫൈറ്റ്സ് വേണ്ടാവട്ടെ, ക്ലബ്സ് ഇല്ല, ഫാൻസ് അസോസിയേഷൻ ഇല്ല, സിനിമയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊമോഷൻ പോലും ഇല്ല. അജിത്ത് വാഴുക, വിജയ് വാഴുക പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണ് വാഴാൻ പോണെന്ന് അങ്ങേര് ചോദിക്കുന്നത്. ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പലരും വാട്ട് ഈസ് യുവർ പർപ്പസ് ഓഫ് ലിവിങ് അല്ലെങ്കിൽ ഗോൾ എന്താ ചോദിച്ചു, ഇന്ന ആളെ കാണലാണ് എന്റെ അന്ത്യാഭിലാഷം, ജീവിതാഭിലാഷം പറഞ്ഞിട്ട് കുറെ എണ്ണം നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കരുത് എന്നാണ് ഇങ്ങേര് പറയുന്നത്. സോ പിന്നെ കുറെ എണ്ണത്തിനെ കാണാൻ ചട്ടിയും ചോറും തൂക്കി പോയിട്ട് ഇന്ന ആളെ കാണണം പറഞ്ഞത്. ആൻഡ് ദ ഫാക്ട് ഈസ് വി ആർ ലിവിംഗ് ഇൻ 2025. സോ ഗവൺമെന്റ് ബേസിക് നെസസിറ്റീസിൽ ഭക്ഷണവും വെള്ളവും വിദ്യാഭ്യാസവും മാത്രമല്ല, ആരാധന പുരുഷനെ കാണാനുള്ള ഒരു സ്കീമും കൂടി ചേർക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ സാധാരണക്കാരൻ പയ്യൻ പഠിച്ചിട്ട് വലിയ നിലയിൽ എത്താൻ വേണ്ടിയിട്ട് അവനെ സഹായിക്കുമ്പോഴും ഈ സുസ്കാന്തിയൊക്കെ എല്ലാവരെയും കാണണം. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, വിടാമുയർച്ചി. സോ ഈ അടുത്ത കാലത്ത് തമിഴിന് കണ്ട ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടൊരു പടം, കിടിലം പടം വരാൻ ദിസ് ഈസ് എ ബാങ്ങർ. സോ തല അജിത്തിന്റെ ഇറിംഗബായി മൊമെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് പറയുമ്പോൾ ഒരിക്കലും ഇത് അജിത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. നോ മാസ് ഇന്റർവൽ സീൻ, അതേപോലെ തന്നെ നോ മാസ് ഇൻട്രൊഡക്ഷൻ സീൻ, മാസ് മസാല ഡയലോഗ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു നേർക്കൊണ്ട പാർവയിലൊക്കെ കണ്ട പോലത്തെ സാധാ അജിത്ത്, സാധാരണക്കാരനായ അജിത്തിന് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഹാഫിൽ കാണാം. പക്ഷേ സെക്കൻഡ് ഹാഫ് കൊളുത്തി എന്ന് പറയുവാണെങ്കിൽ അനിരുദ്ധ് ജസ്റ്റ് ബേൺ ദ ഹോൾ തിയേറ്റർ. ഇതിൽ മറ്റേ ഇങ്ങനെ ഹമ്മറിൽ വെച്ചിട്ട് ഒരു ഫൈറ്റ് സീനും ഉണ്ട്, അതേപോലെ ഹമ്മർ വെച്ച് കുറച്ച് ഡ്രിഫ്റ്റിങ്ങും സാധനങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവല്. പടത്തിന്റെ മൂഡ് അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറി ആ സീനിന് ശേഷം. 3-4 ഫൈറ്റ് സീൻ ഉണ്ട് കേട്ടോ. അതൊക്കെ വേറെ ലെവൽ ഫൈറ്റ് സീൻ. ചാണാപ്പൊളി ഫൈറ്റ് സീൻ അല്ല, ഇടിക്കുമ്പോഴേക്ക് 100 തെറിക്കുന്ന പോലത്തെ ക്വാളിറ്റി സാധനം. അതേപോലെ തന്നെ ഇതിന്റെ കളർ ഗ്രേഡിങ്, ഈ കളർ ഗ്രേഡിംഗ് ആണ് ഈ സിനിമയ്ക്ക് ഏറ്റവും ബെസ്റ്റ്. അത് നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ തന്നെ. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റിംഗ് ഫാക്ടർ ഇതിലത്തെ പെർഫോമൻസും കാസ്റ്റിങ്ങും. ഏകദേശം എനിക്ക് തോന്നുന്നു 6 to 8% ആണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. അവരെല്ലാവരും വേറെ ലെവൽ തന്നെയായിരുന്നു. അജിത്ത് മാത്രമല്ല, ഇത് എടുത്തു പറയുന്ന ആരവ്, ആ പയ്യനാണ് ഇതിലൊരു വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. എന്നാ വില്ലനിസമാണെന്ന് പറയും, കണ്ടാൽ തന്നെ അത് കൊടുക്കാൻ തോന്നും. അർജുൻ, പിന്നെ നമ്മുടെ ആക്ഷൻ കിങ്ങിന്റെ അങ്ങേരെ ഒരു സ്വാഗ്, അങ്ങേരെ ഒരു സ്റ്റൈല്, പിന്നെ അങ്ങേരെ ഫൈറ്റ് സീൻസ് ഉണ്ട്, ലാസ്റ്റ് ഫേസ് ഓഫ് ഒക്കെ ഉണ്ട്, വേറെ ലെവൽ തന്നെയാണ്. അതിൽ അനിരുദ്ധിന്റെ BGM ഒരു ഇംഗ്ലീഷ് ട്രാക്കും കൂടി ഒക്കെ വരുന്നുണ്ട്. പക്ക ഗൂസ് ബംസ് ആണ് നമുക്ക് ആ സമയത്ത് തോന്നുക. ചില സീൻസ് ഉണ്ട് ഭയങ്കര മാസമായിട്ട് നമുക്ക് അത് തോന്നുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവും. അങ്ങനത്തെ 1-2 സീനൊക്കെ ഈ സിനിമയിലുണ്ട്. റെജീന കാസാൻഡ്ര ഉണ്ട്, ആളൊരു മറ്റേ മാനിപ്പുലേറ്റർ റോളാണ്, വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തൃശ മാത്രമാണ് ഈ സിനിമയിൽ വലിയ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. ഷീ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. സോ നല്ലൊരു സിനിമയാണ് ഇത്. അജിത് ഫാൻസിന് വേണ്ടിയിട്ടുള്ള പടമെന്ന് ഞാൻ പറയാം, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള സിനിമയാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ ഒരു ക്ഷമ വേണം. യൂഷ്വൽ അജിത്ത് പടം കാണുന്ന ഒരു മൈൻഡ്